horizontal range. This call is now being recorded. Okay, so ആ terms ഒക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. വെലോസിറ്റി മീൻസ് എത്ര വെലോസിറ്റിയിലാണ് നമ്മൾ അത് പ്രൊജക്ട് ചെയ്തത്, ദെൻ എത്ര ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് എത്ര ആംഗിളിലാണ് അത് പ്രൊജക്ട് ചെയ്തത്, അതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം. ഓക്കെ, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് അത് മാക്സിമം ഹൈറ്റിലെത്തി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വന്ന് റീച്ച് ചെയ്യും. ഓക്കെ, സോ അതിനെടുത്ത ടൈം, ആ ടോട്ടൽ മോഷൻ എടുത്ത ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ദെൻ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ വരും. ഓക്കെ, സോ ആ ടൈം അത് കവർ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് കോൾഡ് റേഞ്ച്. ഓക്കെ, നമ്മൾ രണ്ട് കണ്ടീഷൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മോഷൻ ഓഫ് പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വേർട്ടിക്കലി ഇൻ ടു സ്പേസ്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് കണ്ടീഷൻ, മോഷൻ ഓഫ് പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ത്രോൺ ചെയ്ത കേസ്. ഓക്കെ, ദെൻ തേർഡ് കണ്ടീഷൻ ഇൻക്ലൈൻ പ്രൊജക്ഷൻ. ഓക്കെ, സോ അതായിരുന്നു നമുക്ക് ബാക്കി ഇനി ഡിസ്കസ് ചെയ്യാനുള്ള. ഓക്കെ, സ്ക്രീന് കാണുന്നില്ലേ? ഓക്കെ, okay, so third case, inclined projection on a level ground. Okay, so consider a particle which is projected from the point O. Okay, with initial velocity u and angle of projection alpha. Okay, so it will move through the space like this. Okay, and finally it will return back to the ground at the point B. Okay, so during this motion it reaches the top point C. Okay, okay, so ഇവിടെ നിങ്ങൾക്ക് velocity കാണാം, initial velocity, the velocity with which projectile is projected is u. Okay, and it makes an angle alpha with the horizontal. Okay, so നമുക്ക് ഈ വെലോസിറ്റിന്റെ കമ്പോണന്റ് കണ്ടുപിടിക്കാം. റിസോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, so vertical component will be u sin alpha. Okay, and the horizontal component will be u cos alpha. ഏതായിട്ടുമാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്, ദാറ്റ് കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആയിരിക്കും ആൻഡ് അതർ കമ്പോണന്റ് സൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാനൊക്കെ അറിയാം. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു മോഷന്റെ സമയത്ത് ഈ പാർട്ടിക്കിളിന് ഹൊറിസോണ്ടലിയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും, വേർട്ടിക്കലിയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് 3 പോയിന്റ് കൺസിഡർ ചെയ്യാം ഈ ഒരു ട്രാജക്ടറിയിൽ. Okay, first I am taking the upward motion. Okay, so up to C the particle is moving upward direction, then it reaches, after it reaches the point C. Okay, that is maximum height. After attaining this maximum height, its motion will be in downward direction. Okay, so we can consider 3 points. Okay, so upward മോഷനിലുള്ള ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ടോപ്പിലെ ഒരു പോയിന്റും ദെൻ ഡൗൺവേർഡ് മോഷനിലുള്ള ഒരു പോയിന്റും കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇത് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നമുക്കറിയാം. അതായത് ത്രൂ ഔട്ട് ദിസ് മോഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, വട്ട് ഈസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഹിയർ? യു കോസ് ആൽഫ. ഓക്കെ, സോ ഞാൻ O2C എന്ന് പറയുന്നുള്ള ഒരു പാത്തിൽ പാർട്ടിക്കിൾ ഈ ഒരു പോയിന്റിലാണ് കൺസിഡർ ചെയ്തു. ഓക്കെ, സോ അവിടുത്തെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്തായിരിക്കും? യു കോസ് ആൽഫ. ഓക്കെ, ദെൻ അറ്റ് പോയിന്റ് C the horizontal velocity will be same. Okay, u cos alpha. Okay, and during downward motion also horizontal velocity will be same. Okay, so നമ്മൾ എയർ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് മോഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
Then what about vertical velocity? Okay, so at O, it is u sin alpha. Then when it moves upward, up to C ലേക്ക് പോകുന്ന സമയത്ത്, okay, so O ന്ന് C വരെ എത്തുന്ന സമയത്ത് അതിന്റെ vertical velocity decrease ചെയ്യും. Okay, ഇതിന്റെ magnitude means u sin alpha തന്നെയാണ്, but it decreases due to gravity force. Okay, ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് മേലോട്ടേക്ക് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓന്ന് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു വെലോസിറ്റിയിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തത്. ഓക്കെ, then ഇത് സിയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് സിയിലാവുമ്പോഴേക്ക് ഇതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരിക്കും നമുക്കറിയാം. അറ്റ് ടോപ്പില് വെർട്ടിക്കൽ വെലോസിറ്റി എപ്പോഴെന്താ 0. Yes. Okay, so here the vertical velocity, that is u sin alpha, will be 0. Okay, u sin alpha equal to 0. Okay, because at top vertical velocity will be 0. Okay, then C എത്തിക്കഴിഞ്ഞാൽ after it reaches the point C, അതെന്ത് ചെയ്യും, താഴോട്ടേക്കല്ലേ പിന്നെ മൂവ് ചെയ്യുക പാർട്ടിക്കിൾ. ഓക്കെ, ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഗ്രാവിറ്റിന്റെ സെയിം ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുന്നത്. സോ അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിയിൽ 0 ആയിരുന്നു, ദെൻ അഗെയിൻ അത് ഇൻക്രീസ് ചെയ്ത് ബിയിൽ എത്തുമ്പോഴേക്ക് മാക്സിമം ആകും. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അതായത് നോക്കുക, ത്രൂ ഔട്ട് മോഷൻ ഇതിന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് യു കോസ് ആൽഫ. ഓക്കെ, ദെൻ വെർട്ടിക്കൽ വെലോസിറ്റിന്റെ കേസ് എന്താ, സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം ആയിരുന്നു, മാക്സിമം ഹൈറ്റ് എത്തുമ്പോഴേക്ക് കുറഞ്ഞ് 0 ആയി. ദെൻ മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് താഴോട്ടേക്കുള്ള മോഷന്റെ സമയത്ത് പിന്നെയും കൂടി വരും. കാരണം ഗ്രാവിറ്റിന്റെ അതേ ഡയറക്ഷനിൽ, അപ്പൊ ഗ്രാവിറ്റിന്റെ എഫക്ട് കാരണം വെലോസിറ്റി കൂടും. ഓക്കെ, സോ കൂടി ബിയിൽ എത്തുമ്പോഴേക്ക് അഗെയിൻ മാക്സിമം ആവും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ശിവന്ത് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണേ. ഓക്കെ, സോ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ്, ഓരോ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള, അതുപോലെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള, റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് മാക്സിമം ഹൈറ്റ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് പോയിന്റിൽ എത്തുമ്പോൾ ഹൈറ്റ്. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ ഫ്രം ദി ഗ്രൗണ്ട്. ഓക്കെ, or maximum height attained by the projectile. Okay, so vertical height ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഹൈറ്റ് മീൻസ് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഇനീഷ്യലി ഇറ്റ് ഈസ് അറ്റ് O, then later it reaches maximum height at A. Okay, so ഈ ഒരു during this motion ഇതിനുണ്ടായ vertical displacement, okay, that is called height, maximum height h. Okay, so displacementന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഓഫ് മോഷനിലുള്ള ഇക്വേഷൻ? S is equal to ut plus half at square. ഓക്കെ, സോ നമ്മളിവിടെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാഫ് പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഇതുവരെയുള്ള മോഷൻ. So for finding maximum height, we are considering the motion from initial to maximum height, O to C. Okay, so ഈ ഒരു ഹാഫ് പോർഷൻ മാത്രം എടുക്കുക. Okay, so അങ്ങനെയാണെങ്കിൽ അറിയാം ഈ ഒരു സമയത്ത് the motion is in upward direction, so equation will be ut minus half gt square. Okay, here displacement, vertical displacement is h. Okay, and വെർട്ടിക്കൽ മോഷൻ ആണ് നമ്മൾ നോക്കുന്നത്, വെർട്ടിക്കൽ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വെലോസിറ്റി ഏതാ? വെർട്ടിക്കൽ വെലോസിറ്റിയാ. ഓക്കെ,
സോ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ വെർട്ടിക്കൽ. Okay, t is at an angle alpha. Okay, so vertical velocity u sin alpha. ഓക്കെ, നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വെർട്ടിക്കൽ വെലോസിറ്റി എടുക്കണം. ഹൊറിസോണ്ടൽ, അതായത് റേഞ്ച് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്, അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് വെർട്ടിക്കൽ വെലോസിറ്റി ഇനീഷ്യലി ഓലുള്ള യു ടി അല്ലേ, യു മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് യു സൈൻ ആൽഫ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, so this is the equation for maximum height. H is equal to u sin alpha t minus half gt square. Okay, so height in the equation നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി മാക്സിമം ഹൈറ്റ് അല്ല, ഈ ഒരു പാത്തിന്റെ ഏത് പോയിന്റിലുള്ള ഹൈറ്റ് കാണാനാണെങ്കിലും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പാർട്ടിക്കിള് ന്റെ പാത്ത്, അതായത് ട്രാജക്ടറി. ഓക്കെ, സോ ഡ്യൂറിങ് ദ മോഷൻ അതിന്റെ ആ ഒരു പാത്ത് പാരാബോളിക് പാത്താന്നുള്ളത് ഡിറൈവ് ചെയ്യണം. ഓക്കെ, so for this consider a point P on the path of the particle. Okay, here I am taking a point P and its coordinates are x and y. Okay, here x represent horizontal distance and y represent vertical distance. Okay, അപ്പോൾ ഞാൻ പ്രൊജക്ട് ചെയ്യൽ O എന്ന് പറയുന്ന പോയിന്റ് എന്ന് പ്രൊജക്ട് ചെയ്തു. ഓക്കെ, അതൊരു ട്രാജക്ടറി കവർ ചെയ്യും. ആ ഒരു പാത്തിൽ ഒരു പോയിന്റ് P എന്നുള്ളത് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ്സ് എക്സും വൈയും ആയിരിക്കും. ഓക്കെ, എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ആണ് എക്സ്, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് വൈ. ഓക്കെ, സോ ഹിയർ എക്സ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് വൈ ഈസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ, നമുക്ക് ഈ എക്സിനും വൈക്കും ഇക്വേഷൻ എഴുതണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റേഞ്ച്. ഓക്കെ, പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് എക്സ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. പി എന്ന് പറയുന്ന പോയിന്റിൽ പാർട്ടിക്കിൾ എത്തിയ സമയത്ത് അതിനുണ്ടായ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? എക്സ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എസ് ഈക്വൽ ടു ut. Okay, so we are considering the upward motion. Okay, so top height വരെ c വരെ upward motion അല്ലേ? Okay, so during this the particle is in upward motion, so we can use ut minus half gt square. Okay, ഒരുമിച്ച് ഫുൾ ആയിട്ടുള്ള മോഷൻ എടുക്കാൻ കഴിയില്ല, കാരണം പകുതി അപ്വേർഡും പകുതി ഡൗൺവേർഡും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ടാണ് എപ്പോഴും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ എസിന്റെ ഇക്വേഷൻ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇവിടെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ്. ഓക്കെ, നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ എക്സ്, എക്സ് ഈക്വൽ ടു. ഓക്കെ, എക്സ് മീൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആ. ഓക്കെ, സോ ഇവിടെ എടുക്കേണ്ട വെലോസിറ്റി എന്തായിരിക്കും? horizontal velocity, that is u cos alpha. Okay, അതായത് initial velocity u ആണ് and it makes an angle alpha with the horizontal. Okay, so horizontal velocity ന്റെ component എന്തായിരിക്കും? u cos alpha into t minus half into g means acceleration. horizontal direction gravity effect ഒന്നുമില്ല അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി ത്രൂ ഔട്ട് മോഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല, സീറോ. ഓക്കെ, സോ സെക്കൻഡ് പാർട്ട് സീറോ ആയി പോകും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ,
ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എക്സ്. അതെങ്ങനെ വന്നതെന്ന് ഞാനിപ്പം പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹൊറിസോണ്ടൽ മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സീറോ ആയിരിക്കും. ബിക്കോസ് ആക്സിലറേഷൻ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമാ. ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, സോ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. ഓക്കെ, സോ എക്സ് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി എന്ന് കിട്ടും. ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ടി. ടി എന്ത് വരും? എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് ആൽഫ. Okay, then similarly we have to find the y distance. Y, it is vertical distance. So we can use the same equation, displacement in the equation use ചെയ്ത് കാണാം. Okay, so here displacement is y, that is equal to ut minus half gt square. U means initial velocity. Here we are considering vertical displacement, so take vertical velocity, that is u sine alpha. Okay, u sine alpha into t minus half gt square. Okay, clear? Okay, so ഞാൻ y-ന്റെ ഇക്വേഷൻ സെയിം ആണ്, ഇപ്പൊ എഴുതി തന്നെ ഞാൻ ഇവിടെ മാറ്റി എഴുതിയതാണ്. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയറിൽ അപ്ലൈ ചെയ്യാം. ഹാഫ് ജി ടി സ്ക്വയർ അപ്വേർഡ് മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, 0 to a വരെ. ഓക്കെ, സോ നമുക്ക് വൈക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? യു സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, ദെൻ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് കണ്ടുപിടിച്ച ഇക്വേഷൻ 1 എന്തായിരുന്നു? ടീന്റെ ഇക്വേഷൻ അല്ലേ? ടിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ടി വി ക്യാൻ യൂസ് y ഈക്വൽ ടു യു സൈൻ ആൽഫ ഇൻറ്റു ടിക്ക് പകരം ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വേഷൻ എക്സ് ബൈ യു കോസ് ആൽഫ, ഇക്വേഷൻ 1 കണ്ടുപിടിച്ചിട്ടില്ലേ അത്, മൈനസ് ഹാഫ് ജി ഇൻറ്റു എക്സ് ബൈ യു കോസ് ആൽഫ ഹോൾ സ്ക്വയർ ടി സ്ക്വയർ. Okay, so in this we can cancel u and this u, and sin alpha by cos alpha will be tan alpha. Okay, so x into tan alpha minus half gx square by u square cos square alpha. Okay, so y equal to your equation കിട്ടും. Okay, so this is the equation of parabola. So the path traced by the particle is parabola. We can prove that. Okay, so ഇത് ഒരു പാരാബോളന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ അതിലുള്ള കോർഡിനേറ്റ് വെച്ച് ഇത് കണ്ടുപിടിച്ചു. ഓക്കെ, സോ നമുക്ക് പറയാം ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ഒരു പാരാബോളിക് പാത്ത് ആണെന്ന് പറയാം. ഓക്കെ, സോ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒരു ഇൻക്ലൈൻ പ്രൊജക്ഷന്റെ കേസിൽ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന പാത്ത് ഒരു പാരാബോളിക് പാത്താണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഡെറിവേഷൻ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ,
Okay, so ഇനി നമുക്ക് other equations നോക്കാം. Okay, expression for maximum height. Okay, maximum height കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. Okay, so it is projected from the point O, it will reach its maximum height and then return back to the ground. Okay, so ഈ ഒരു കേസിൽ നമ്മൾ ഹാഫ് പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, മോഷൻ അപ് ടു മാക്സിമം ഹൈറ്റ്. അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെയും ഹൈറ്റ് എന്ന് പറയുന്നത് വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വേർട്ടിക്കൽ വെലോസിറ്റി ആയിരിക്കണം. ഓക്കെ, so using this equation of motion, v square equal to u square minus 2gh. Okay, minus വന്നത് upward motion O to A ഉള്ള മോഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഹാഫ് പാർട്ട്. ഓക്കെ, സോ മൈനസ് ജി വരും, v square equal to u square minus 2gh. ഓക്കെ, ദെൻ ഇതിൽ നോക്കുക, വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് h ആണ് കണ്ടുപിടിക്കുന്നത്, h മാക്സ്. ഓക്കെ, സോ കൊടുക്കേണ്ട വെലോസിറ്റി ഏതായിരിക്കണം, വേർട്ടിക്കൽ വെലോസിറ്റി. Okay, so initial velocity എന്താ, at starting it is thrown with an initial velocity, vertical velocity u sin alpha. Okay, and നേരത്തെ പറഞ്ഞിട്ടുണ്ട് upward motionന്റെ സമയത്ത് ഈ vertical velocity കുറഞ്ഞു വരും. Then at ടോപ്പിൽ എയിൽ എത്തുന്ന സമയത്ത് vertical velocity 0 ആയിരിക്കും. Okay, so O to A എന്നുള്ള മോഷന്റെ സമയത്ത് final velocity v is 0. Okay, so here we can provide final velocity 0. Okay, നേരത്തെ പറഞ്ഞാണല്ലോ വെർട്ടിക്കൽ വെലോസിറ്റി അപ്വേർഡ് മോഷന്റെ സമയത്ത് കുറഞ്ഞ് ടോപ്പിൽ എത്തുമ്പോൾ 0 ആയി, പിന്നെ താഴോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കൂടി ബിയിൽ എത്തുമ്പോൾ മാക്സിമം ആവും. ഓക്കെ, സോ ഒരു കണ്ടീഷൻ അതിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 0 ഈക്വൽ ടു യു സൈൻ ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് 2gh. h മീൻസ് മാക്സിമം ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ h മാക്സ് കൊടുത്തത്. ഓക്കെ, ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് h മാക്സ്. ഓക്കെ, u square sin square alpha by 2g. ഓക്കെ, ഈക്വേഷൻ ഒന്നിക്കൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ, ഡെറിവേഷൻ ഒന്നും എക്സാമിന് ചോദിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാ വരുന്നത്, ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചാലും മതി. ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, ഡെറൈവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, സോ മാക്സിമം ഹൈറ്റിനുള്ള ഇക്വേഷൻ ആണിത്, h max equal to u square sin square alpha by 2t. Okay, then expression for time to attain maximum height. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മാക്സിമം ഹൈറ്റ് എത്തുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടി എടുക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ആ മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം. ഓക്കെ, ഹിയർ ഓൾസോ വി ആർ കൺസിഡറിങ് ദി മോഷൻ അപ് ടു മാക്സിമം ഹൈറ്റ് അപ് ടു ദിസ്. ഓക്കെ, സോ ആ ഒരു വെർട്ടിക്കൽ മോഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ദ ഇക്വേഷൻ വിൽ ബി, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം, v is equal to u minus gt, ബിക്കോസ് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി അറിയാം, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ v is equal to u minus gt എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഇനീഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ മോഷൻ ആണ്, ഹിയർ ടേക്ക് വെർട്ടിക്കൽ വെലോസിറ്റി u sin alpha. Okay, that is initial velocity, and at top vertical velocity will be 0. Okay, v is 0, so 0 equal to u sin alpha minus gt. Okay, from that we will get t equal to u sin alpha by g. Okay, so this is the time to attain maximum height. Okay, അതായത് നമ്മൾ ഗ്രൗണ്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞ് ആ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന ടൈം ആണിത്, യു സൈൻ ആൽഫ ബൈ ജി. ഓക്കെ, ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തായിരുന്നു, ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് ഫ്രം എയിൽ സ്റ്റാർട്ട് ചെയ്തു ബിയിലെത്തി ദെൻ സിയിൽ എത്താൻ എടുത്ത ടൈമാണ്
time of flight capital T. Okay, so the T is equal to 2 into small t. Okay, so 2u sin alpha by g. Okay, here time of flight is 2u sin alpha by g. Mariporudhu, this is the time to attain maximum height, and here capital T represent time of flight, time taken for the entire motion. Okay, the next equation for horizontal range R. Okay, so total horizontal distance covered by the particle. Okay, distance between point of projection and the point where projectile strikes. Okay, so range ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതും ഓൾറെഡി പറഞ്ഞതാണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എസ്. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു യു ടി plus half at square. Here we are finding the horizontal distance. Okay, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റേഞ്ച് ആർ എന്ന് പറയുന്നത് എന്താ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആർ എന്ന് കൊടുക്കാം. ഓക്കെ, വെലോസിറ്റി എന്തെടുക്കണം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ വെലോസിറ്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കണം. ദാറ്റ് ഈസ് യു കോസ് ആൽഫ. ഓക്കെ, യു കോസ് ആൽഫ into total time of flight. ഈ എൻറ്റയർ മോഷൻ എടുത്ത ടൈം നമ്മൾ ക്യാപിറ്റൽ ടി വെച്ചിട്ട് ഡിനോട്ട് ചെയ്ത്. ഓക്കെ, സോ യു കോസ് ആൽഫ ഇൻറ്റു ടി പ്ലസ് ഹൊറിസോണ്ടൽ മോഷന്റെ സമയത്ത് ആക്സിലറേഷൻ ഉണ്ടോ, ത്രോട്ട് മോഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആ. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം സീറോ ആയി പോകും ബിക്കോസ് ആക്സിലറേഷൻ സീറോ ആണ്. ഓക്കെ, സോ റേഞ്ച് ഈസ് ഈക്വൽ ടു യു കോസ് ആൽഫ ഇൻറ്റു ടി. ഓക്കെ, സോ ഇത് നോക്കണ്ട. സോ യു കോസ് ആൽഫ ഇൻറ്റു ടിന്റെ ഇക്വേഷൻ എന്താ, ഇപ്പൊ ഡിറൈവ് ചെയ്തതാ, ക്യാപിറ്റൽ ടി 2u. ഓക്കെ, ഇത് നോക്കണ്ട. യു കോസ് ആൽഫ ഇൻറ്റു 2u സൈൻ ആൽഫ ബൈ ജി. ഓക്കെ, സോ ഇതിൽ യുയും യു സ്ക്വയർ ആകും, ദെൻ 2 സൈൻ ആൽഫ കോസ് ആൽഫ ബൈ ജി വരും. Okay, then what is 2 cos alpha, 2 sin alpha cos alpha, sin 2 alpha എന്ന് എഴുതാം. Okay, so finally range is equal to u square g by sin 2 alpha. ഓക്കെ, സോ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ക്ലിയർ ആണോ? എല്ലാവരും നെയിം എൻ്റർ ചെയ്തേ, കാരണം പലരും റോൾ നമ്പർ തെറ്റായിട്ടൊക്കെ എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾ പേരൊന്ന് എൻ്റർ ചെയ്തിട്ടെ, ഇപ്പോൾ ഓൺലൈൻ ഉള്ളവർ ചാറ്റ് ബോക്സിൽ.
ഹലോ ഹലോ ഓഡിബിൾ ആണോ? യെസ്. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ വെയിറ്റ്. എപ്പോഴാ പോയത്? ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? ഇല്ല. ഓക്കെ. ലാസ്റ്റ് ഇക്വേഷൻ കേട്ടല്ലേ? റേഞ്ചിന്റെ ഇക്വേഷൻ വരെയുള്ളത്. ഓക്കെ ഓക്കെ. കേസ് ഒരു പ്രോബ്ലം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. Okay, a pilot is flying his bomber at a height of 1000 meter with uniform horizontal velocity 30 meter per second, and he wants to strike a target on the ground. Okay, so at what distance from the target he should release the bomb? Okay, so ഇത് നമുക്കൊരു ഫിഗർ വെച്ചിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് ഇത് കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഒരു പൈലറ്റ് അയാളുടെ ബോംബർ 1000 മീറ്റർ ഹൈറ്റിന്ന് ഫ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ദെൻ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ഇൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി 30 meter per second. Okay, then he wants to strike a target on the ground. Okay, so here we can consider the target is on the ground at a point B. Okay, so ഇവിടുന്ന് ഇയാള് ബോംബർ ഉപയോഗിച്ചിട്ട് ബോംബ് റിലീസ് ചെയ്യാണ്. ഓക്കെ, സോ ഈ ഒരു ടാർജറ്റിനെ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, സോ ഈ ബോംബർ ഉള്ളത്, ഈ ഫ്ലൈറ്റ് ഉള്ളത് 1000 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. ഓക്കെ, സോ ഈ ബിയിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ടാർജറ്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് എവേ ആയിട്ടായിരിക്കണം അയാൾ ആ ബോംബ് റിലീസ് ചെയ്യേണ്ടത്? ഓക്കെ, സോ ഇയാളിങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. സോ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിലോ മുന്നേ അയാൾ അത് റിലീസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, സോ ഈ ബിയിൽ നിന്നും എയിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഓക്കെ, സോ എക്സ് ഡിസ്റ്റൻസ് മുന്നേ ആയിരിക്കണം ഈ എ എന്ന് പറയുന്ന പോയിന്റ്. എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ബോംബ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇതേതായിരുന്നു കണ്ടീഷൻ? നമ്മൾ 3 കേസ് അനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതേതാ കണ്ടീഷൻ? ഒന്ന്, particle is thrown vertically upward direction. Then second case, particle is thrown horizontally into the space. Okay, so ഞാൻ ഒരു കണ്ടീഷന്റെ ഇക്വേഷൻസ് കാണിച്ചു തരാം. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കേസ്, motion of particle thrown horizontally into space. Okay, so ഈ കേസിലുള്ള 2 ഇക്വേഷൻസ് നമുക്കറിയാം. ഹൈറ്റ്, vertical height h is equal to half gt square, then time of flight root of 2h by g. Okay, then range, horizontal range r is equal to horizontal velocity into time. Okay, that is u into t ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വേഷൻ. ഓക്കെ, സോ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഒന്നിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ അറിയണമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടീൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ഓക്കെ, സോ എന്ന് ബിയിലേക്ക് ബോംബ് എത്താൻ എടുത്ത ടൈം ടി ഈസ് ഈക്വൽ ടു 2h by g. ഓക്കെ, സോ ഈ ഇക്വേഷൻ വന്നത് ഇതിലാ എച്ചിൽ കൊടുത്തിട്ടാണ്. ഓൾറെഡി നമ്മളത് ഡിറൈവ് ചെയ്ത്, ഞാൻ പറയുന്നില്ല ഇങ്ങനെ വന്ന ടി എന്നുള്ള, നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഇതിൽ നിന്ന് ടി കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ടി കിട്ടിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് എക്സ് ആണ്. എക്സിന്റെ ഇക്വേഷൻ എന്ത്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, യു ഇൻറ്റു ടി. ഓക്കെ, ഇവിടെ ആക്സലറേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു
horizontal velocity into time. Okay, here horizontal velocity is given, that is 30 meter per second തന്നിട്ടുണ്ട്. Okay, so direct multiply ചെയ്താൽ x കിട്ടും. Okay, so ഈ ഒരു പൈലറ്റ് ബിയിൽ നിന്നും 428.7 മീറ്റർ എവേ ആയിട്ടായിരിക്കുമ്പോൾ തന്നെ ബോംബ് റിലീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ബിയിൽ പോയിട്ട് ആ ബോംബ് ഹിറ്റ് ചെയ്യൂ. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് മനസ്സിലായാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ടീൻ്റെ ഇക്വേഷനും എക്സിൻ്റെ ഇക്വേഷനും ഒക്കെ പഠിച്ചിട്ടും ചെയ്യാം. ഓക്കെ, സോ ഇവിടെ അല്ലെങ്കിൽ എന്താ ചെയ്തത്, ഇപ്പോൾ ഹൈറ്റ് അറിയാം 1000 മീറ്റർ ആണ് വേർട്ടിക്കൽ ഡിസ്റ്റൻസ്, സോ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ടി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ 2-3 പ്രോബ്ലം കൂടി ഉണ്ട്, നമുക്ക് 1 അവറും കൂടി ഉണ്ട്, അതുകൊണ്ട് തീർക്കാം. ഓക്കെ, സോ ക്ലാസ് ശ്രദ്ധിക്കണേ എല്ലാവരും. നിങ്ങൾ എക്സാം ആയതുകൊണ്ട് ക്ലാസ്സിൽ ആരും ഇല്ലാന്ന് തോന്നുന്നല്ലോ. ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്.